ഹലോ ഗൈസ്, നമുക്കിനി ഇടിക്കൊരുന്ന് പോയാലോ? നാളെ നമുക്കൊരു എക്സാം ഉണ്ട് ഗൈസ്, അത് അറ്റൻഡ് ചെയ്യാനുള്ള പോക്കാണ്. അങ്ങനെ രാവിലത്തെ 7:30 വണ്ടിയാണ് നമ്മുടെ പ്ലാൻ. ചരിത്രത്തിൽ ആദ്യമായി ഞാൻ അരമണിക്കൂർ മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ വലിയ ആളും ബഹളൊന്നും കാണാനില്ല. സൂചനകളൊക്കെ കണ്ടിട്ട് സീറ്റ് കിട്ടുന്നതിന്റെ ഒരു വിശ്വാസം. പിന്നെ അല്ല, സീറ്റും കിട്ടി, അതും വിൻഡോ സീറ്റ്. അങ്ങനെ നമ്മൾ ഷൊർണൂര് അവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വണ്ടി വരും ഗൈസ്, ആലുവയ്ക്കുള്ള. പെരുന്നാളായതുകൊണ്ടാ തോന്നുന്നുണ്ട് ഗൈസ്, തിരക്ക് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇനി സ്വല്പം പാട്ടും കേട്ട് പുറത്തോട്ട് നോക്കിയിരിക്കാം. ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ തൂക്കിയാണ്. അങ്ങനെ നമ്മൾ ആലുവ എത്തി. അപ്പേക്കിനും ഉച്ചരായി. നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലിൽ പോയിട്ട് ചായക്കട പോലും തുറന്നിട്ടില്ല. അങ്ങനെ തെരഞ്ഞു ലാസ്റ്റ് ഒന്ന് കിട്ടി, സദാമാനായി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് വിട്ടുപോയി. ഭാഗ്യം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ എത്തിപ്പിക്കുന്ന ഒരു ബസ് പോയി കഴിയും. അല്ല, അതങ്ങനെ വരും. എന്റെ ബസ്സില്ലാത്ത ബാക്കി സകലമാന ബസ് അവിടെ വന്നു. അവസാനം നമ്മളെ കട്ടപ്പന വണ്ടി കിട്ടി. കയറിയപ്പോൾ നമ്മളെ കോളേജിലെ വേറെ അങ്ങനെ ഉറങ്ങി വേണ്ടിയപ്പോൾ നമ്മൾ കോതമംഗലത്ത് എത്തി. കുറെ വട്ടത്തിൽ വന്നു പോയി. ഇന്നേ വരെ മൈക്കിൽ വിളിച്ചാണ് സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ട് നല്ല രസമാണ്. കാരണം നമ്മൾ ഇനി മെല്ലെ മെല്ലെ ഇടുക്കിയിലോട്ട് കടക്കണത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള യാത്ര ഫുള്ള് കാട്ടിലൂടെ. അതിനിടയ്ക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ട് ഫുള്ള് ബ്ലോക്ക് ആയി കഴിയും. അങ്ങനെ നമ്മൾ 2 മണിക്കൂറിനോട് ഇടുക്കിയുടെ തലസ്ഥാനമായ പൈനാവിലെത്തി. അല്ല, ഇവിടെ തന്നെ നമ്മുടെ കോളേജും. അപ്പേക്കിന് ഒരു വമ്പ മഴ പെയ്തു തുറന്നിരുന്നു. എന്തായാലും മഴയ്ക്ക് പെയ്ത് നല്ല തണുപ്പല്ലേ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.